ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജോസി. ഞാൻ രാമപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിൽ മാസത്തിലാണ്. അന്ന് ഞാൻ ഒമാനിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ലീവിന് വന്ന സമയത്തായിരുന്നു ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ OET പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ OET എക്സാം പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് അങ്ങനെ ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്ത് ഞാൻ ജോലിക്ക് തന്നെ തിരിച്ചു പോയി ഒമാനിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് കുറച്ച് നാളത്തേക്ക് മാത്രമേ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടിയിൽ പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ അത് പതിയെ ഉഴപ്പിപ്പോയി. എന്നിട്ട് ഞാൻ 2 പ്രാവശ്യം OETയുടെ എക്സാം എഴുതി. 2നും ഞാൻ ഫെയിലായി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 പ്രാവശ്യം കൂടി എഴുതി, അതിലും ഫെയിലായി. പിന്നെ ഞാൻ ഈ 2023 ജൂൺ മാസത്തിൽ റിസൈൻ ചെയ്തു പോന്നു. ഇവിടെ വന്ന് ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു. അന്ന് തൊട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയിലെ വ്യവസ്ഥകളെല്ലാം കൃത്യമായി പാലിക്കാൻ തുടങ്ങി. പള്ളിയിൽ പോവുകയും രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനകൾ കൃത്യമായി ചൊല്ലുകയും എന്നാലാവുന്ന വിധം പരോപകാര പ്രവർത്തികൾ ചെയ്യുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ സെപ്റ്റംബർ 2-ാം തീയതി OET എക്സാമിന് ഡേറ്റ് എടുത്തിട്ട് അതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്കൊരു ചെറിയ കാശുരൂപവും തന്നു. ഞാൻ ആ കാശുരൂപവും വെച്ചായിരുന്നു പിന്നീട് പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 2-ാം തീയതി ഞാൻ എക്സാം എഴുതി. ആ കാശുരൂപം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ പോയത്. അമ്മ ഈ പ്രാവശ്യം എന്നെ ഫെയിലാക്കല്ലേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാണ് ഞാൻ എക്സാമിന് പോയത്. എക്സാം എഴുതി എപ്പോഴത്തെയും പോലെ തന്നെയായിരുന്നു. എനിക്ക് ഒത്തിരി എളുപ്പമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും 2 എണ്ണത്തിന് പോയി. 2 മൊഡ്യൂൾ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ വിചാരിച്ചു, മാതാവേ, ഞാൻ ഉടമ്പടി എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വീണ്ടും ഞാൻ ഫെയിലായി പോയതെന്ന് ഓർത്ത് ഭയങ്കര സങ്കടമായിരുന്നു. എന്നിട്ട് ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഓർത്തു, ശരിയാണ്, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നില്ല. എനിക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളുണ്ടായിട്ട് പോലും ഞാനത് കറക്റ്റായിട്ട് പോകുന്നില്ല. ഞായറാഴ്ചകളിൽ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാണ്, എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ്, ഞാൻ തന്നെ അത് തിരുത്തണം. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. പേപ്പർ റിവാലുവേഷന് കൊടുത്തു 2 എണ്ണവും. എന്നിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരോപകാര പ്രവർത്തികൾ വീണ്ടും ഒന്നും കൂടെ ശക്തമാക്കി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഇനി എന്നെ ആൾക്കാരുടെ മുന്നിൽ നാണം കെടുത്തല്ലേ. ഓരോ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോഴും എല്ലാവരും ചോദിക്കും, പാസ്സായോ, ഈ പ്രാവശ്യവും പോയല്ലേ. അങ്ങനെ എല്ലാവരുടെയും ചോദ്യവും പറച്ചിലും കേട്ട് മടുത്തു. അതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്ക് എങ്ങനെയായാലും ഇതൊന്ന് പാസ്സാക്കി തരണേ, എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസിയാക്കല്ലേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ റിവാലുവേഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ആ 2 മൊഡ്യൂളിനും B തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് ഏതേലും UK സ്കോറെങ്കിലും കിട്ടണേ, 1 എണ്ണത്തിനും കൂടെ B കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എനിക്ക് 2 എണ്ണത്തിനും B തന്നു. അങ്ങനെ ഓവറോൾ 4 മൊഡ്യൂളിനും B തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. മാതാവിന് 1000 നന്ദി. അത് കഴിഞ്ഞിട്ട് വീണ്ടും UKയുടെ പ്രോസസ്സിംഗ് ഒക്കെ ആരംഭിച്ചു. NMC സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഭാഗം ചെയ്തപ്പം ഒരു ഏജൻസിക്കാരായിരുന്നു എനിക്ക് ചെയ്തു തന്നത്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എവിടെയോ ക്ലിക്ക് ചെയ്ത് എങ്ങനെയോ അത് ബ്ലോക്കായിപ്പോയി. എനിക്ക് വീണ്ടും അതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇനി എന്താ ചെയ്യേണ്ടേ? അപ്പോൾ അവർക്കൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. 1 ദിവസമായി 2 ദിവസമായി എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. എൻ്റെ മെറിറ്റിൽ ഞാനൊന്ന് അഹങ്കരിച്ചു പോയി, അതുകൊണ്ട് പറ്റിയതായിരിക്കും. തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. അതുകൊണ്ടാണ്, എന്നെക്കൊണ്ട് തന്നെ പറ്റുന്നില്ല. അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അവരെനിക്ക് മെയിൽ അയച്ചു, ഒരു പാസ്വേഡും കൂടെ ക്രിയേറ്റ് ചെയ്ത് തരാം, ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് നമുക്കൊന്നും കൂടെ ചെയ്തു നോക്കാം, ശരിയാവുമായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വീണ്ടും അത് ചെയ്തു. അത് ശരിയായി കിട്ടി. പിന്നെ UKയുടെ ഇൻ്റർവ്യൂസൊക്കെ വളരെ കുറവായിരുന്നു ആ സമയത്ത്. പക്ഷേ മാതാവ് എനിക്ക് വളരെ വലിയൊരു അനുഗ്രഹമാണ് നൽകിയത്. ആ കറക്റ്റ് സമയത്ത് ഞാൻ OET പാസ്സായി നിന്ന സമയത്ത് തന്നെ നോർക്ക വഴി UKയിലേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു. എറണാകുളത്ത് വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. ഞാൻ മെയിൽ അയച്ചു. ആദ്യത്തെ ദിവസം എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടത്തില്ല, എനിക്ക് റിജക്റ്റ് ആയി പോയതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ പിറ്റേ ദിവസം അവരെനിക്ക് ഇൻ്റർവ്യൂ കോൾ തന്നു.
ഇൻ്റർവ്യൂ വന്ന് അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് ഒത്തിരി നാളായിട്ട് ഈ നേഴ്സിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കുന്നൊന്നും ഇല്ലായിരുന്നു. OET തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് കൊണ്ട് നേഴ്സിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ഓർമ്മയിലില്ല എനിക്ക്. എന്നാലും ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. മാതാവിനോട് പറഞ്ഞു, അമ്മേ ഇതെനിക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ അമ്മ എനിക്കിത് പാസ്സാക്കി തരണം എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. മാതാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാവാൻ പറ്റി. അതിൻ്റെ പ്രോസസ്സിങ് ബാക്കി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ NMCയുടെ 2ാമത്തെ സ്റ്റേജിൽ നമ്മൾക്ക് കേരള നഴ്സിംഗ് കൗൺസിലേക്ക് നമ്മുടെ വെരിഫിക്കേഷൻ അയക്കും. അവിടുന്ന് അവർ റെസ്പോണ്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ, CBTക്ക് ഡേറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. കേരള നഴ്സിംഗ് കൗൺസിലിൽ അത് അയച്ചു കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവർക്കും 2 ആഴ്ച 3ാമത്തെയൊക്കെ ആഴ്ചയാകുമ്പോഴത്തേക്കും അതിൻ്റെ റിപ്ലൈ വരും. എനിക്ക് 1 മാസമായി, 1 മാസം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി ഒരു റിപ്ലൈയും വന്നില്ല. അപ്പം എനിക്ക് വീണ്ടും ടെൻഷനായി. ഞാൻ ആ പേപ്പർ എടുത്ത് വെച്ച്, ഞാൻ അയച്ച പേപ്പറിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതെടുത്ത് വെച്ച് ഞാൻ അതിൽ മാതാവിൻ്റെ തൈലം, ഇവിടുന്ന് കിട്ടുന്ന തൈലം എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അമ്മ എന്നെ പരീക്ഷിക്കരുത്, വീണ്ടും പരീക്ഷിക്കരുത്. കാരണം ഇത് വേഗം സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അവർ മുന്നേ സബ്മിറ്റ് ചെയ്യുന്നവരുടെ ആദ്യവാദി ശരിയാക്കി കൊടുക്കും. അപ്പോൾ വീണ്ടും നമ്മൾ ബൈക്കിലായി പോകും. അത് കാരണം എന്നെ പരീക്ഷിക്കരുത്, എത്രയും പെട്ടെന്നൊന്ന് ശരിയാക്കി തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് 2 ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ KNCയുടെ വെരിഫിക്കേഷനൊക്കെ വന്നു. അടുത്ത കടമ്പ CBT എക്സാം എന്നുള്ളതായിരുന്നു. എൻ്റെ കൂട്ടത്തിലുള്ള പിള്ളേരൊക്കെ പറഞ്ഞു, CBT എക്സാമിന് ഡേറ്റ് കിട്ടാൻ ഒത്തിരി ലേറ്റ് ആവും, 1 മാസമൊക്കെ കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ, അങ്ങനെയേ കിട്ടാൻ വഴിയുള്ളൂ, അടുത്തടുത്ത ഡേറ്റുകളൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവ് ഇനി 1 മാസം കൂടെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നവംബറായി, ഇനി 1 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റായി പോവും. അപ്പം ഞാൻ നവംബർ 9-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് CBT എഴുതാൻ പറ്റണേന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ CBTയുടെ ഡേറ്റ് എടുക്കാൻ വേണ്ടി നോക്കി. അപ്പം നോക്കിയപ്പം നമുക്ക് കേരളത്തിൽ ഡേറ്റ് ഇല്ല, നവംബർ മാസത്തിൽ ലാസ്റ്റ് ആയിട്ട് ഡേറ്റ് ഉള്ളൂ. വീണ്ടും ഞാൻ നോക്കി വേറെ എവിടെയെങ്കിലും ഉണ്ടോ. അങ്ങനെ ഞാൻ നോക്കിയപ്പം മൈസൂർ 9-ാം തീയതി ഡേറ്റ് കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ CBT എക്സാം എഴുതാൻ വേണ്ടി മൈസൂർ ഡേറ്റ് എടുത്തു. അതും പെട്ടെന്നായിരുന്നു. എനിക്ക് 2-ാം തീയതി KNCയുടെ വന്നതാണ്, 3-ാം തീയതി ഞാൻ ഡേറ്റ് എടുത്തു, 9-ാം തീയതി എക്സാമാണ്. ഒത്തിരി പ്രിപ്പറേഷൻ ചെയ്യാൻ പോലുമുള്ള സമയമില്ല. എന്നിട്ടും ഞാൻ വിശ്വസിച്ചു, മാതാവ് എന്നെ എന്തായാലും പാസ്സാക്കും, ഇവിടെ വരെ എത്തിച്ച് എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ പോയി എക്സാം എഴുതി. പാർട്ട് Aയും പാർട്ട് Bയും 2 പാർട്ടും ഉണ്ടായിരുന്നു. 2ലും പാസ്സാക്കി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. വീണ്ടും അടുത്ത സ്റ്റേജിൽ നമുക്ക് UKയുടെ ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എന്ത് തടസ്സം ഉണ്ടായാലും ഞാൻ എൻ്റെ അമ്മയോട്, അമ്മ എന്നെ സഹായിക്കണേന്ന് പറയുന്നതല്ല, അമ്മ എനിക്ക് ആ കാര്യങ്ങൾ നടത്തി തരുന്നുണ്ടായിരുന്നു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഞാൻ 4 പ്രാവശ്യം OET എഴുതിയിട്ട് 5-ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് OET പാസ്സാവുന്നത്. അതും അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇത്രയേറെ തടസ്സങ്ങളുണ്ടായിട്ടും ആ തടസ്സങ്ങളെല്ലാം മാറ്റിത്തന്ന് ഇപ്പം എനിക്ക് എൻ്റെ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റായി. നാളെ കഴിഞ്ഞ് ഞാൻ UKക്ക് പോവുകയാണ്. ഗവൺമെൻറ് ജോലിയാണ് കിട്ടിയേക്കുന്നത്. അവിടുത്തെ ഗവൺമെൻറ്റിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇപ്പോൾ ഒത്തിരി ഇൻ്റർവ്യൂസ് കുറവാണ്. അങ്ങനെ കുറവുള്ള സമയത്തും അമ്മ എനിക്കായി നല്ലൊരു ജോലി കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് എന്നെ വഴി നടത്തി ഇവിടെ വരെ എത്തിച്ചു. അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഉടമ്പടി ചെയ്തതിന് ശേഷം, അതിന് മുന്നേ വരെ നമ്മൾ സാധാരണ പോലെ വൈകുന്നേരങ്ങളിൽ കൊന്ത ചൊല്ലുന്നു, അങ്ങനെ ചില ദിവസം മടുപ്പ് തോന്നിയാൽ ഇന്ന് ചെല്ലണ്ട അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നു. ബൈബിൾ വായനയാണെങ്കിലും എല്ലാ ദിവസമൊന്നുമില്ല, തോന്നുമ്പോൾ വായിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുകയും കൊന്ത ഒരു ദിവസം പോലും മുടക്കാറില്ല. എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം കാരുണ്യപ്രവർത്തികൾ ചെയ്യും. പള്ളിയിലും പോവാറുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അതിന് മുന്നേ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും വലിയൊരു അനുഭവമാണ് എനിക്കിപ്പോൾ ഉള്ളത്. പള്ളിയിൽ പോകുമ്പോഴാണേലും നമുക്ക് നേരത്തെയൊക്കെ ഒന്ന് പോയേക്കാം, ഞായറാഴ്ചയല്ലേ എന്തായാലും പള്ളിയിൽ പോകണമല്ലോ എന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ എന്തായാലും പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ, പോവാതെ എനിക്ക് വയ്യ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19 തിരുവചനം പറയുന്നു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന്. ദൈവം മഹത്വപ്പെടുവാനുള്ള സമയം അത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നാം ചിന്തിക്കാത്ത ഒരു അവസരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദിവസമായിരിക്കാം. ആ ദിവസത്തിലായിരിക്കാം ദൈവം നമ്മെ കൂടുതലായി ഓർക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ, പ്രത്യേകിച്ച് OET ഒക്കെ എഴുതുന്ന മക്കൾ അവരുടെ ജീവിതത്തിൽ പല പ്രാവശ്യം എഴുതുന്നു. ഒന്നിനും ഒരു പോസിറ്റീവ് റിപ്ലൈയോ റിസൾട്ടോ കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളിൽ പിന്നീട് ഈ മകളുടെ തന്നെ കാര്യത്തിൽ 5ാമത്തെ പ്രാവശ്യം എഴുതുന്നു. അതുവരെയും അതിനു മുൻപും 2 പ്രാവശ്യം എഴുതി കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് വീണ്ടും എഴുതുന്നതൊക്കെ. എന്നാൽ ഉടമ്പടി എടുത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി എടുക്കുന്ന വ്യക്തികളാകുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഉടമ്പടി ജീവിതം നാം നയിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ വിശ്വസ്തതയും സത്യസന്ധതയുമാണ്. ദൈവസ്നേഹത്തിൽ നാം വളർന്ന് ഈശോയെ ശുശ്രൂഷിക്കുമ്പോഴാണ് നമുക്കതിനുള്ള ഒരു ബോധ്യങ്ങളൊക്കെ വരിക. ഇന്നത്തെ വിശുദ്ധ കുർബാനയുടെ തിരുവചന വായനയിൽ ഈശോ പറയുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു. ഇവിടെയെല്ലാം നിങ്ങൾ എന്നെ വന്ന് കണ്ടു, നിങ്ങൾ എന്നെ പരിചരിച്ചു, നിങ്ങളുടെ വീട്ടിൽ എന്നെ സ്വീകരിച്ചു. അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ഒരു മറുവശവുമുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഞങ്ങൾ അങ്ങയെ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കണ്ടത്? ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണ് ഈശോ തിരുവചനത്തിലൂടെ നമ്മോട് അരുളി ചെയ്യുന്നത്. നമ്മുടെ ഉടമ്പടി ജീവിതം എന്നുള്ളത് കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം വഴി നമ്മുടെ തന്നെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് മുൻപോട്ട് പോകുന്നതിനുള്ള ഒരു ജീവിതമാണ്. അത് കുറച്ച് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. ആ ഭൗതികമായ നിയോഗങ്ങൾ അത് സാധിക്കും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നു, അത് സാധിക്കും. എന്നാൽ ദൈവസ്നേഹത്തോടെ നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ ഒരു രക്ഷ, നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതം, ഇതൊന്നും നമുക്ക് സാധിക്കില്ല. അത് നിരീശ്വരവാദികൾക്കും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈശ്വരവിശ്വാസം ഇല്ലാത്തവരുടെ ജീവിതത്തിൽ അവർക്ക് മക്കളെ ലഭിക്കുന്നുണ്ട്. അതായത് അതെല്ലാം സാധാരണ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കേണ്ട പല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. എന്നാൽ ഉടമ്പടി ജീവിതം നമ്മെ ചിന്തിപ്പിക്കേണ്ടത്, പ്രാപ്തരാക്കേണ്ടത് അതിനപ്പുറമുള്ള ഒരു ജീവിതത്തിലേക്കാണ്. എനിക്കിന്ന് OET ജയിച്ച് ഞാൻ പോവുകയാണ്, കുറേ നാളുകളായി, വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് സാധിക്കുന്നത് നീ മകൾ ഇവിടെ പറയുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈ മകൾ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ ഈശോയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിശുദ്ധ കുർബാനയിലും അതുപോലെ ഇതിനു മുമ്പ് ഞാൻ പങ്കെടുത്തിരുന്നു, എന്നാൽ ബൈബിള് വായിക്കാതിരിക്കുവാൻ, കുടുംബ പ്രാർത്ഥന മുടക്കാൻ എനിക്കിന്ന് സാധിക്കുന്നില്ല. ഈ ഒരു അനുഭവമാണ്, ഈ ഒരു തീഷ്ണതയാണ് നമ്മിൽ ജ്വലിക്കേണ്ടത്. അപ്പോഴാണ് തിരുവചനം പറയുന്നത് പോലെ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ യേശുക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാം, നാം എവിടെ നിൽക്കുന്നു, നമ്മുടെ നിയോഗങ്ങൾ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതുമാത്രമാകരുത്, ഈശോയാകണം നമ്മുടെ ലക്ഷ്യം. ഈശോ നമ്മുടെ ലക്ഷ്യമാകുമ്പോൾ നമുക്കെല്ലാം തീർച്ചയായും കിട്ടും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകും. ആ ദൈവാനുഭവത്തിൽ വളർന്ന് ഈശോയെ ശുശ്രൂഷിച്ച് ശക്തമായ ഒരു ക്രൈസ്തവ ജീവിതം, അതുമാത്രമല്ല ഏറ്റവും നന്നായിട്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ. ഏറ്റവും നല്ലത് ഈ മകൾക്ക് വേണ്ടി കരുതി, ഗവൺമെൻറ് ജോബാണ് ഈ മകൾക്ക് ലഭിച്ചത്. നമുക്ക് വേണ്ടിയും കരുതിയിരിക്കുന്ന ഏറ്റവും നല്ല കാര്യമുണ്ട്. അതിനുവേണ്ടി നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.